നമ്മുടെ അനുമോള് അനീഷേട്ടൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. ഇങ്ങനെ ഡാവെടുത്ത് ചെല്ലുകയാണ്. ചെന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അനീഷേട്ടൻ്റെ അടുത്ത് പറയണം, അനീഷേട്ടാ. അപ്പം അനീഷേട്ടൻ എന്ത്, എനിക്ക് അനീഷേട്ടൻ്റെ അടുത്ത് കുറച്ച് കാര്യം പറയാനുണ്ട്, എനിക്കൊന്നും സംസാരിക്കാനില്ല. അനീഷേട്ടൻ ഒന്ന് വാ പ്ലീസ്. അപ്പം പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാനില്ലെന്നല്ലേ പറഞ്ഞത്. അനീഷേട്ടാ എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പം അനീഷേട്ടൻ പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്നാൽ പുറത്തോട്ടൊന്ന് വന്നിരിക്കും, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അപ്പം അനീഷേട്ടൻ പറയണേ എനിക്കൊന്നും കേൾക്കാനുമില്ല. അപ്പം അനീഷേട്ടന് ഒന്നീ മനസ്സിലായി കാണും അനുമോള് ഇത് ചെന്നിട്ട് ആദില നൂറയുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി കാണും. അല്ലെങ്കിൽ അനുമോളെ മനഃപൂർവ്വം ഒഴിവാക്കി വിടാൻ വേണ്ടി അനീഷേട്ടൻ ചെയ്യുന്നതായിരിക്കും. എന്താണ് ഈ അവസാന മൊമെൻറ്റിൽ അനീഷേട്ടൻ ഇങ്ങനെയൊക്കെ പോയി അനുമോളോട് പറഞ്ഞതെന്നുള്ളതിൻ്റെ യാതൊരു ഐഡിയയുമില്ല. എന്നാലും അനീഷേട്ടൻ്റെ മനസ്സിലെന്താണെന്നും അനീഷേട്ടനോട്ട് തുറന്ന് പറയുന്നില്ല. ഇനി അത് ലാലേട്ടൻ വരുമ്പോഴായിരിക്കും ചിലപ്പം തുറന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അനുമോൾ പുറത്തിറങ്ങുന്നതുകൊണ്ട് ആദില നൂർ അപ്പോഴത്തേക്ക് വരുവാണ്. എന്നിട്ട് അനുമോളുടെ അടുത്ത് ചോദിക്കണം ഇത് പ്രാങ്ക് ആണോ എന്ന്. അപ്പോൾ അനുമോൾ പറഞ്ഞു സത്യമായിട്ട് ഇത് പ്രാങ്ക് അല്ല, മദർ പ്രോമിസ്. പ്രാങ്ക് ആണെങ്കിൽ ഞാൻ നിങ്ങളോടല്ലേ ആദ്യമേ പറയത്തുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം അനീഷേട്ടൻ ഇത് ശരിക്കുള്ള സ്നേഹമാണോ, ഇത് അനുമോളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണോ, അതോ എന്താണ് അനീഷേട്ടൻ്റെ മനസ്സിലെന്ന് വായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് അനീഷേട്ടൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയടിക്ക് അനുമോള് അത് യെസ് പറയാതെ റെഫ്യൂസ് ചെയ്തതിലുള്ള ദേഷ്യമാണോ അതോ ഇവരോടൊക്കെ പോയി പറഞ്ഞതിലുള്ള ദേഷ്യമാണോ കാണിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ അനുമോൾ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഷാനവാസിക്കയോടും നിങ്ങളോടുമൊക്കെ അനീഷേട്ടൻ്റെ പഴയ പ്രേമകഥകൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അവർ പറയണില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്തായിരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞത്? പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോൾ കുത്തി 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 ചോദിച്ചിട്ടാണ് നമ്മുടെ അനീഷേട്ടൻ അതൊക്കെ പറഞ്ഞത്. അതിന് ശേഷവും അനുമോൾ ഇപ്പോഴാരോടെങ്കിലും സ്നേഹമുണ്ടോ എന്നുള്ള രീതി ചോദിച്ചപ്പോൾ അന്ന് അനീഷേട്ടൻ ഒഴിവാക്കി വിട്ടതാണ്. അനുമോളാണ് അനീഷേട്ടനെ ഇങ്ങനെ മനസ്സിളക്കി കുത്തി 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 ചോദിച്ചത്, ഇതെല്ലാം ഇളക്കി വിട്ടത്. ഇപ്പോൾ അനുമോൾ പറയുന്നു അനീഷേട്ടനായിട്ട് വന്ന് പറഞ്ഞതാണ് എൻ്റെ അടുത്തെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അനുമോളുടെ ഭാഗത്തും ചെറിയ മിസ്റ്റേക്ക് ഇല്ലാതെ ഇല്ല. അനീഷേട്ടൻ അത് റിയൽ ആയിരിക്കും എന്ന്, അല്ലെങ്കിൽ അനുമോൾക്ക് സ്നേഹമുണ്ടെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ച് കാണുമായിരിക്കും. അങ്ങനെയായിരിക്കും സംഭവിച്ചത്.